ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോ ട്രീഡിംഗ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? ഒരിക്കൽ ഒരുപാട് സ്നേഹിച്ച് ബ്രേക്കപ്പിലായി അകന്നു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്റ്റ് ആവുകയുള്ളൂ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നിങ്ങൾ ഏറെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പം ചിലവഴിച്ച ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം തന്നെ മനസ്സിൽ ഓർക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. നമുക്കിനി റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു സ്പ്രെഡ് കാണിച്ചു തരുന്നത് ഒരു അൺഫിനിഷ്ഡ് സോൾ കണക്ഷൻ എനർജിയാണ്. ഇതൊരു സാധാരണമായ ഒരു ബ്രേക്കപ്പ് എനർജിയല്ല, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു പ്രസൻറ്റ് എനർജി അല്ലെങ്കിൽ കറണ്ട് എനർജി നോക്കുമ്പോൾ 9 ഓഫ് സോർട്സ് കാർഡ്, അതുപോലെ തന്നെ ദ സൺ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ആങ്സൈറ്റി, റിഗ്രഷൻ, ഗിൽറ്റ്, സ്ലീപ്ലെസ് ആയിട്ടുള്ള നൈറ്റ്സ്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ 2 പേരുടെയും മനസ്സിൽ വളരെ ഹെവി ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഭാരപ്പെട്ട അവസ്ഥ. എസ്പെഷ്യലി ഒരാൾക്ക് ശരിക്കും സിവിയർ ആയിട്ടുള്ള ഓവർ തിങ്കിങ്, രാത്രി ഉറക്കമേ ഇല്ല, ഒരു ആകാംക്ഷ, ആങ്സൈറ്റി, റിഗ്രഷൻ. സൺ കാർഡ് പറയുന്നത് ഇപ്പോഴും സ്നേഹമുണ്ട്, ഇപ്പോഴും ആ ഒരു വാംതായിട്ടുള്ള ആ ഒരു ലവിനെ സൂചിപ്പിക്കുന്നു. പുറത്ത് വളരെ ഡിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും അകത്ത് ശരിക്കും മരിച്ചിട്ടില്ലാത്ത ഒരു ജെന്യുവൻ അഫെക്ഷൻ അതുണ്ട് എന്ന് കാണിക്കുന്നു. ദ സൺ ഷോസ് ഈ ഒരു ബന്ധം ഒരു പ്യുവർ ഇൻറ്റൻഷൻ കൊണ്ട് തുടങ്ങിയതാണ് എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ആ ഒരു വേർപിരിയൽ എന്നത് ശരിക്കും 2 പേർക്കും പെയിൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ലവ് അതില്ലാതായിട്ടില്ല എന്ന് കാണിക്കുന്നു. സെപ്പറേഷൻ എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 5 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ്. ഒരു അബാൻമെൻറ്റ്, ഉപേക്ഷിക്കപ്പെട്ടതുപോലെയുള്ള അവസ്ഥ, ഫീലിംഗ് ലെഫ്റ്റ് ഔട്ട്. ഒരാൾ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വിട്ടുപോയി അല്ലെങ്കിൽ എന്നെ വിട്ടുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി. 5 ഓഫ് വോൺസ് ഒരു നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ ചിലർക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്. ചിലരുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ശക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഓൾവേസ് റൊമാൻറ്റിക് തേർഡ് പാർട്ടി തന്നെ ആവണം എന്നില്ല. അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ചില അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്സ്, അവരുടെ ഒരു ഉപദേശമായിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള ഈഗോ ആയിരിക്കാം. ഇതെല്ലാം തന്നെ ഒരു തേർഡ് പാർട്ടി എനർജിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫൈറ്റ് എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ മിസ്മാച്ച് ആണ് സെപ്പറേഷൻ്റെ റീസൺ എന്ന് കാണിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ട്രിഗറിനെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് ദ ഫൂൾ കാർഡ്, അതുപോലെ തന്നെ ഏസ് ഓഫ് വൺസ്, അതുപോലെ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡുകൾ. ദ ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു സീറോ ഈഗോ, ഒരാൾ റിസ്ക് എടുക്കാൻ പോകുന്നു എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ഇതുവരെ ഒരു ഈഗോ എനർജിയിൽ മാറി നിൽക്കുന്നു എങ്കിൽ ചിലർക്കിടയിലേക്ക് ആ ഒരു ഈഗോ സീറോ ആക്കിക്കൊണ്ട് അവർ തന്നെ മുൻകൈയെടുത്ത് അരികിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നു. ഏസ് ഓഫ് വൺസ് ഒരു സഡൻ മെസ്സേജ് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കംബാക്ക്. ഇതൊരു സ്ലോ റീയൂണിയൻ അല്ല, ശരിക്കും സഡൻ ഇൻറ്റൻഷൻ. പെട്ടെന്ന് തന്നെ ഈ ഒരു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ കാണിക്കുന്നു. 8 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത് ഒരു എഫേർട്ടിനെയാണ്. അതായത് ഈ ഒരു ബന്ധത്തിൽ ശരിക്കും കൂടിച്ചേരണം എന്നുള്ള ആഗ്രഹം 2 പേർക്കും ഉണ്ട്, പക്ഷേ എഫേർട്ടില്ല. ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഇറങ്ങി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. വർക്കിംഗ് ഓൺ റിലേഷൻഷിപ്പ്, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ 2 പേരും എത്തുമ്പോഴാണ് നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിൾ ആവുക. നിങ്ങളിൽ ഒരാൾ ശരിക്കും എഫേർട്ട് എടുത്ത് ഇറങ്ങും എന്ന് തന്നെ കാർഡുകൾ കാണിക്കുന്നുണ്ട്. അതൊരു റീയൂണിയൻ എനർജിയിലേക്ക് എത്തുകയും ചെയ്യും എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഹാങ്ഡ് മാൻ കാർഡ് സൂചിപ്പിക്കുന്നത് ഡിലേ എനർജിയാണ്. ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ, അതായത് ഒരു ഡിലേ അല്ലെങ്കിൽ താമസം ഉണ്ടാകും. ഒരാൾ ശരിക്കും ഒന്ന് ചേഞ്ചായി വന്നില്ല എങ്കിൽ ഈ ഒരു കറണ്ട് എനർജിയിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ റീയൂണിയൻ അകന്നകന്ന് പോകും. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒരാൾ ശ്രമിച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഒരു ബന്ധത്തിൽ ഏത് റീസൺ കൊണ്ടാണ് ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കി അതിന് കാരണക്കാരനായിട്ടുള്ള ആൾ സ്വയം തിരുത്തേണ്ടിയിരിക്കുന്നു. ഈ ഒരു ബന്ധം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അംഗീകരിക്കണമെങ്കിൽ സ്വയം മാറാതെ തെറ്റുകൾ തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എത്ര കാലം നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കും? നമുക്കൊരാളോട് ഒരിക്കൽ ക്ഷമിക്കാം, 2ാമതും ക്ഷമിക്കാം, 3ാമതും അവർ സെയിം തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഒരു ക്യാരക്ടറാണ്, സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക. അത് അക്സെപ്റ്റ് ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ആളുകളാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിലേ മതിയാവൂ. കൂടെയുള്ള പാർട്ട്ണറിനെ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിച്ച് നമ്മുടെ ഒരു ശരിയായ പാതയിലേക്ക് കൊണ്ടുവന്ന് എന്നേക്കുമായി മാറ്റിയെടുക്കാം എന്ന വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, അവരത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല.
കരഞ്ഞു കാണിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ പാർട്ട്ണർ നമ്മളോടൊരു ബഹുമാനം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മളോടൊരു സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹത്തിൽ കൂടി മാത്രമേ ഒരാളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവർ നമുക്കൊരു മതിപ്പ് കൊടുക്കുന്നവരായിരിക്കണം. സ്നേഹവും പരസ്പര ബഹുമാനവുമില്ലാത്ത ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എന്നും ഈ ബ്രേക്കപ്പ് എനർജി, റീയൂണിയൻ എനർജി, അതുപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക, കാത്തിരിക്കൽ, ഇങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിൽ കൂടി തന്നെ ജീവിതം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു റീഡിങ്ങിൻ്റെ ഔട്ട്കം എനർജി എന്താണെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ദ മൂൺ കാർഡാണ്. ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാർഡാണ് ദ മൂൺ കാർഡ് എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്നു, ഹിഡൻ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നു, ഫിയർ, ഇൻസെക്യൂരിറ്റി എന്നിവയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ദ മൂൺ. നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പോസിബിളാണ്. പക്ഷേ ക്ലാരിറ്റി ഇല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധം ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റായി പോകും. ഒരാൾക്ക് വേണ്ടിയിട്ട് എന്നേക്കുമായി കാത്തിരിക്കേണ്ടി വരും. മൂൺ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിലൊരാൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഇപ്പോഴും ബാക്കി കിടക്കുന്നു എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ റിപ്പീറ്റിംഗ്, ചില പാസ്റ്റിലുണ്ടായ ചില കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആകുമോ എന്നുള്ള പേടിയിൽ ഇരിക്കുന്നു എന്നും കാണിക്കുന്നു. ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത്, റീയൂണിയൻ ഉണ്ടാകും എന്നത് സ്ട്രോങ് പോസിബിലിറ്റിയാണ്. പക്ഷേ ലോങ് ടേം സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയിലാണ്. നിങ്ങൾക്കിടയിലുള്ള സ്നേഹം അതുപോലെ തന്നെയുണ്ട്, ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങളുടെ ബന്ധത്തിൽ ഒരാൾ ശരിക്കും ഒരു കംബാക്ക് എനർജിയിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഡിലേ ആയിരിക്കും, പക്ഷേ റീയൂണിയൻ ഉണ്ടാകും. പക്ഷേ ഇമോഷണൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും മിസ്സിംഗ് ആണ്. നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു ക്ലാഷിന് ശേഷം, ഒരു വഴക്കുണ്ടായതിനു ശേഷമാണ് പിരിഞ്ഞത് എങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഹീലിംഗ് റെഡി ആയിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹീലിംഗ് വളരെ അത്യാവശ്യമാണ്. ഒരു ബ്രേക്കപ്പ് എനർജിയിലിരിക്കുന്ന സമയത്താണ് ശരിക്കും മനസ്സിൻ്റെ ഹീലിംഗ് നടക്കുക. എന്തൊക്കെയായിരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത്, ഓപ്പോസിറ്റ് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ക്ലിയർലി നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മളുടെ ഈ ഒരു വേർപിരിയൽ കാലഘട്ടമാണ്. ഈ ഒരു സമയം ശരിയായ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചു കഴിയുമ്പോൾ പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് റീയൂണിയനിലേക്ക് എത്താവുന്നതാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലമായിട്ട് കാണുന്ന സമയത്ത് ഒരു തുറന്ന കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ബന്ധം ലോങ് ടൈമിലേക്ക് പോകുമോ അതോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ വാക്കിൽ മാത്രമല്ല ശരിക്കും പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ലോങ് ടൈം ഫ്യൂച്ചർ ഉറപ്പാക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് എന്ന് പറയുന്നത്? ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യാത്തതും അതല്ല നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ടു ഡിവൈൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടി തന്നെ നിങ്ങളുടെ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു ഭാരം ഒഴിവാകുന്നത് നമുക്ക് മനസ്സിലാകും. ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ശരിക്കും ഒരു സ്ട്രെസ് എനർജിയിൽ നിന്നും നമ്മളുടെ മനസ്സിനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ക്ലിയർ കട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും സാധിക്കും. എൻ്റെ ബന്ധത്തിൽ ഒരു റീയൂണിയൻ എനർജി ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയുമായി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനുമായി ഒരുപാട് കാലം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ഗൈഡൻസ് ആകാൻ ഈ ഒരു റീഡിംഗ് സഹായകമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈഫ്, കരിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വളരെ അത്യാവശ്യമാണ്. പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിവരങ്ങൾ അത് നിങ്ങളുടെ ജാതകം ഉൾപ്പെടെ പരിശോധിച്ച് അതോടൊപ്പം ഒരു ടാരറ്റ് ഗൈഡൻസുമായിട്ടൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു റീഡിംഗ് ആകുമ്പോൾ അതൊരു ലൈഫ് ലോങ് ഗൈഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് ഉപകരിക്കും. നിങ്ങളുടെ എനർജിയുമായി കണക്റ്റ് ആകുന്ന ഒരു ടാരറ്റ് റീഡറിനെ സമീപിച്ച് അത്യാവശ്യമായ സാഹചര്യത്തിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. ദിവസേനയുള്ള ഡെയിലി ഡിവൈൻ ഗൈഡൻസിനായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഡിവൈൻ എനർജിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.